സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് 5. സോ കഴിഞ്ഞ അടുത്ത വീഡിയോയിൽ ഈ കോപ്പിയിലെ സാധനം പണിഞ്ഞിട്ട് ഇത് ഒരുമാതിരി വർക്കാകാതെ പോയി. സോ പിന്നെ ഞാൻ ഇതിനെ ഈ എപ്പിസോഡിൽ റിപ്പയർ ചെയ്ത് വർക്കാക്കാൻ വേണ്ടിയാണ് ഇരുന്നത്. ബട്ട് ഞാൻ അതിനെ റിപ്പയർ ആക്കുന്നില്ല. പകരം ഞാനാണ് ഇതിനൊരു അയൺ ഫാം ആക്കാൻ പോവാണ്. കാരണം നമുക്ക് മോബ് ഫാമിൻ്റെ മെയിൻ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് SP കിട്ടുന്നതും പിന്നെ നമുക്ക് ഗൺ പൗഡറും കിട്ടുന്നതാണ്. അതിലെ ഗൺ പൗഡർ എനിക്ക് ഇപ്പോൾ ആവശ്യമില്ല, അതേപോലെ SP ആണ് ആവശ്യം. SP ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേറൊരു സെപ്പറേറ്റ് ഒരു അല വെച്ചൊരു ഫാം ഉണ്ടാക്കി SP കിട്ടാൻ വേണ്ടി മാത്രം, അത് നല്ല എഫിഷ്യൻ്റ് ആയിട്ട്. സോ ഞാൻ പിന്നെ വിചാരിച്ച് ഈ ഫാമിനെ പിന്നെ എന്ത് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ കത്തി ഗൈസ്, നമുക്കിതൊരു അയൺ ഫാം ആക്കാം. സോ അതിൻ്റെ പരിപാടിക്കാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ എൻ്റെ ഡയമണ്ട് പിക്കേഴ്സ് ഒന്ന് പൊട്ടി അത് നമുക്ക് സെറ്റാക്കണം. സോ നമുക്ക് എൻ്റെ അയണങ്ങാണ്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതേണ്ട അയണ് ഇവിടെ ഉണ്ട്. സോ ഈ തവണത്തെ എപ്പിസോഡിൽ എൻ്റെ ഒരു പിക്കേഴ്സ് എനിക്ക് ഫോർച്യൂൺ ആക്കണം. കാരണം ഞാൻ കുറച്ച് ഡയമണ്ട് അവിടെ മൈൻ ചെയ്യാതെ വെച്ചിട്ടുണ്ട്. സോ അതൊന്ന് മൈൻ ചെയ്യാൻ വേണ്ടി. സോ ഇവൻ ലോക്കാക്കിയതാണല്ലേ, ഇവൻ ലോക്കാക്കിയതല്ല. സോ ഒരു കാര്യം ചെയ്യില്ല, ലെറ്റർ ഇവിടെ വെച്ച് നോക്കാം, ഇവൻ വാങ്ങുമോ ഇല്ലയോ എന്ന് നോക്കട്ടെ. ഇവൻ അതെ ലെറ്റ്സ് ഗോ. സോ ഓക്കെ, സോ ഇനി നമുക്ക് ഇവനെ ഈ വീട്ടിൽ കയറ്റിയിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. ഓക്കെ, ലോക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനി മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇത്. സോ ഇനി ഇത് കിട്ടുന്നോടം വരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ എനിക്ക് ഫോർച്യൂൺ 2 കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫോർച്യൂൺ 2 ഇവിടെ വെച്ചേക്കാണ്. കാരണം എനിക്ക് ഇനി ഫോർച്യൂൺ 3 ആക്കാൻ പറ്റത്തില്ല, ഭയങ്കര മടുപ്പാണ്. അതുകൊണ്ട് ഞാൻ ഫോർച്യൂൺ 2 രണ്ടെണ്ണം വാങ്ങിച്ച് കമ്പയർ ചെയ്ത് സെറ്റാക്കാൻ വേണ്ടിയാണ് വിചാരിച്ചിരിക്കുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡിലെ മെയിൻ പരിപാടി വെച്ച് നമുക്കൊരു ബ്രീഡർ സെറ്റാക്കാൻ വേണ്ടിയാണ്. സോ അതിന് ഞാൻ കുറച്ച് മരം വെട്ടിക്കൊണ്ടിട്ടെ. ഓക്കെ, ആവശ്യമുള്ള മരം സെറ്റായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതാണ്ട് 1.5 സ്റ്റാക്ക് മരം വെട്ടിയിട്ടുണ്ട്. സോ അത് മതിയായിരിക്കും. സോ നേരെ ജമ്പ് ചെയ്ത് ഇപ്പം എന്തായാലും ചത്തേനെ. സോ അത് പോട്ടെ. സോ നമുക്ക് പെട്ടെന്ന് ഫോർച്യൂൺ ഒപ്പിച്ച് നമ്മുടെ ഡയമണ്ട് മൈൻ ചെയ്തിട്ട് വേണം നമുക്കാണ് അടുത്ത പരിപാടിക്ക് പോകാൻ. സോ ഇപ്പം കുറച്ച് ഗ്രാവൽ വേണം. ഗ്രാവലില്ലാതെ കാര്യം തെറ്റാത്തില്ല, കാരണം നമുക്ക് ഫ്ലെച്ചർ വേണം. ഓക്കെ, 2 ഗ്രാവൽ കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. സോ ഇവൻ ഫ്ലെച്ചറിൻ്റെ പണി എടുത്തിട്ടുണ്ട്. സോ ഇതങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം, ഞാൻ പണ്ട് വെച്ചത് കണ്ടാണ്. സോ ഇനി ഇവൻ്റെ നമുക്ക് സ്റ്റിക്ക് മൊത്തം ട്രേഡ് ചെയ്യണം. സോ അങ്ങനെ ട്രേഡ് സ്റ്റാർട്ടായി. സോ അങ്ങനെ 36 ആക്കിയിട്ടുണ്ട്. സോ ഇത്ര മതി, കാരണം നമുക്ക് 30 സംതിങ് 28 മതി നമുക്ക് സെറ്റാക്കാൻ. സോ 2 ഇത് ഓക്കെ, 2 ഇത് വാങ്ങിച്ചിട്ടുണ്ട്. നൈസ്. ഓക്കെ ബൈ. ഓക്കെ, സോ ഇവൻ്റെ കയ്യിൽ കുറച്ച് ഫുഡ് വാങ്ങാനുണ്ട്. പക്ഷേ അവൻ ബ്രെഡ് റീസ്റ്റോക്ക് ആക്കിയിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പംകിൻ പൈ കുറച്ച് വാങ്ങാം അല്ലേ. ഓക്കെ, ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അല്ലേ എമറാൾഡ് മൊത്തം വാങ്ങണോ? സോ രണ്ട് ഇവിടെ ഒരുത്തം വന്നിട്ടുണ്ട്, അവൻ്റെ നോട്ടീഷ്യലും ഉണ്ട്. അതേപോലെ പുത്ത അപ്ഡേറ്റ് വേറെ എന്താ നോട്ടീഷ്യല് കിട്ടുന്ന എന്താ പരിപാടി കിട്ടും, പക്ഷേ എനിക്ക് അറിയത്തില്ല. ഓക്കെ, ആവശ്യമില്ലാത്ത സാധനം എല്ലാം കയറ്റിച്ചിട്ട് നമുക്ക് നമ്മുടെ ബുക്ക് കമ്പയർ ആക്കാം. ആദ്യം ഒരു ആൻവിൽ ഉണ്ടാക്കട്ടെ. സോ ആൻവിൽ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് നമുക്കൊരു പുത്തൻ പിക്കേഴ്സും കൂടെ സെറ്റാക്കണം. സോ അതിനൊരു പുത്തൻ ഡയമണ്ട് പിക്കേഴ്സും കൂടെ സെറ്റാക്കി നമുക്ക് നേരെ കമ്പയർ ചെയ്ത് ഫോർച്യൂൺ 3 ആക്കിയിട്ട് നേരെ പിക്കേഴ്സ് എടുത്തിടാം. ലെറ്റ്സ് ഗോ. അങ്ങനെ ഫോർച്യൂൺ 3 പിക്കേഴ്സ് ഫസ്റ്റ് എൻചാൻമെൻറ്റും കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് നേരെ ചെന്ന് ആ ഡയമണ്ട് മൈൻ ചെയ്താൽ എന്നിട്ട് നമ്മുടെ ബ്രീഡറിൻ്റെ പണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്ര എങ്ങാണ്ടായി കിട്ടിയുള്ളൂ, പക്ഷേ എത്ര കിട്ടുമെന്ന് അറിയാം. ഓക്കെ, 3 കിട്ടി. അതും 3 കിട്ടി. സോ എത്ര കിട്ടുമെന്ന് നോക്കിയാൽ 17 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു ഫുൾ സെറ്റ് ആർമർ ഉണ്ടാക്കാൻ അത് പോരാ. സോ ഇനി നമുക്ക് നമ്മുടെ ബ്രീഡർ ആക്കാൻ വേണ്ടി നമുക്ക് ഒരു പോർട്ടലും കൂടെ പണിയണം. അതുപോലെ നമുക്ക് പോർട്ടൽ ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് പോർട്ടൽ ഇവിടെ അങ്ങ് പണിയാട്ടോ. പോർട്ടൽ പണിയാനുള്ള ഒബ്സിഡിയൻ ആട്ടോ വേണ്ടത്. സോ ഇനി നമുക്ക് ഇത് മൊത്തം മൈൻ ചെയ്ത ഏകദേശം ഒരു 40 കൊണ്ട് സെറ്റാക്കാം. ഓക്കെ, ആവശ്യത്തിനുള്ള സെറ്റ് ആയിട്ടുണ്ട്, ഏകദേശം 44. സോ ഇതും കൂടെ പൊട്ടിച്ചാൽ ഏകദേശം കറക്റ്റ് ആകുമായിരിക്കും. സോ ഇതും കൂടെ അങ്ങ് പൊട്ടിച്ച് നമുക്ക് നേരെ നമ്മുടെ ബേസിലേക്ക് പോകാം. ഓക്കെ, സോ ആവശ്യത്തിനുള്ളതായിട്ടുണ്ട്. സോ ഇനി നേരെ ബേസിലേക്ക് പോയിട്ട് ഞാൻ ആവശ്യമില്ലാത്ത സാധനം എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഒരു പോർട്ടൽ ഇവിടെ പണിഞ്ഞിട്ടില്ല. ഞാൻ പോർട്ടൽ ഓൾറെഡി പണിയിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ ഇരുന്നേ. സോ ഇവിടെ ഒരു പോർട്ടൽ പണിയാതെ. ഓക്കെ, ഫ്ലിൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി കയറി നോക്കാം. ദൈവം നല്ല സ്ഥലത്താകണേ. സോ എവിടെയാവുമെന്ന് എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ നല്ല സ്ഥലത്താണ്. ഇത് വലിയ വിഷയമില്ല കേട്ടോ. സോ നമുക്ക് ബ്രീഡർ സെറ്റൊക്കെ നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് പോകണം. ഇവിടെ കുറച്ച് മഗ്മയൊക്കെ ഉണ്ട്, അത് നല്ല യൂസ് ചെയ്യാൻ പറ്റും. സോ ഓക്കെ, സോ നമുക്ക് ഇനി പണിയാൻ തുടങ്ങി. ഞാൻ കുറച്ച് വില്ലേജിൻ്റെ അടുത്ത് വല്ല പണിയാനാണ് വിചാരിച്ചേക്കുന്നത്. ഞാൻ വില്ലേജിൻ്റെ ഈ സ്ഥലത്താണ് പണിയുന്നത്. സോ നിങ്ങളൊരു ടൈം ലാപ്സ് കണ്ടിട്ട് വാ.
ഓക്കെ, അങ്ങനെ നമ്മുടെ ഏകദേശം പണി തീർത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് വേണ്ടത് നമുക്ക് വില്ലേജസിനെ കയറ്റണം. അതിന് മുമ്പ് നമ്മുടെ പോർട്ടലൊന്ന് സെറ്റാക്കണം. സോ പോർട്ടലിൽ നമുക്കൊന്ന് ലിങ്ക് ചെയ്യണം. സോ ഈ പോർട്ടലാണ് ലിങ്ക് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ഓൾറെഡി പോർട്ടലൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് കുറച്ച് ട്രാപ്പ് ഡോർ എടുത്ത് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യം മറന്നുപോയി. സോ ഇവിടെ ട്രാപ്പ് ഡോർ വെച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ചെന്ന് നേരെ പോർട്ടൽ സെറ്റാക്കാം. സോ അതിന് മുമ്പ് ഇവിടെ സ്ലാബും കൂടെ വെക്കണം കേട്ടോ, അല്ലേ വല്ല ഇത് വരും, പിന്നെ ടോർച്ചും കൂടെ, അല്ലെ മോബൊക്കെ വന്ന് മൊത്തം പ്രശ്നമാകും. സോ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനി ഇവിടെ മൊത്തം ടോർച്ചും കൂടെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പോർട്ടൽ ലിങ്ക് ചെയ്യാൻ പോകാം. ഓക്കെ, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സോ നമുക്ക് പോർട്ടൽ ലിങ്ക് ചെയ്യാൻ പോകാം. സോ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടുത്തെ പൊസിഷൻ ഒന്ന് എഴുതിയെടുക്കുക. സോ ഹൈറ്റ് വേണ്ട, അല്ലാത്തെല്ലാം എടുക്കുക. സോ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. സോ ഇനി അതൊന്ന് ലൈറ്റും കൂടെ ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലെ പോർട്ടലിൽ ചെല്ലുക. സോ ഓക്കെ, സോ ഞാൻ എന്തായാലും ഇത് ബെഡ്റോക്കിൻ്റെ മേളല്ല, ബെഡ്റോക്കിൻ്റെ താഴെ പണിയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ബെഡ്റോക്കിൻ്റെ താഴെ വരെ ഇങ്ങനെ മൈൻ ചെയ്ത് മേളിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ എത്തിയിട്ടുണ്ട്. സോ ഇനി ചെയ്യേണ്ടതാണ് മെയിൻ പരിപാടി. സോ ഇനി നിങ്ങൾ കാൽക്കുലേറ്ററോ എന്തെങ്കിലും എടുക്കുക, എന്നിട്ട് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. സോ എൻ്റെ അതിനകത്ത് കാൽക്കുലേറ്റർ ഉണ്ട്. സോ എന്നിട്ട് നിങ്ങൾക്ക് ആദ്യം കിട്ടിയ എക്സ് ലെവൽ അത് നിങ്ങളൊന്ന് എടുത്തിട്ട് അതിന് 8 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ എനിക്ക് കിട്ടിയത് 247 പിന്നെ ഡിവൈഡ് ബൈ 8 സോ പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ പറഞ്ഞു, ഇതിൻ്റെ മുമ്പ് വല്ല മൈനസ് വല്ലതും ഉണ്ട്, അതൊന്നും നിങ്ങൾ മാറ്റി വെക്കുക. സോ ഈ 247 മുന്നേ മൈനസ് ഉണ്ടായിരുന്നു. സോ അതൊന്നും ഞാൻ മാറ്റി വെച്ചു. പിന്നെയുള്ള നിങ്ങളുടെ അടുത്ത സംഖ്യ 91 ഡിവൈഡ് ബൈ 8, അതായത് നിങ്ങളുടെ സെറ്റിൽ ലെവലും കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് കിട്ടിയത് 30ഉം 11ഉമാണ്. സോ ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ ആ 11 കിട്ടിയത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യത്തേൽ. സോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് -30, അതായത് എനിക്ക് കിട്ടിയത് -30ഉം പിന്നെ 11ആണ്. സോ ഇനി നമുക്ക് ആ വശത്തേക്ക് മൈൻ ചെയ്ത് ചെന്നാൽ അവിടെ വേണം നമുക്കൊരു പോർട്ടൽ പണിയാൻ. സോ എന്നാലാണ് സെറ്റ് ആകത്തുള്ളൂ. സോ ഇനി നേരെ അങ്ങോട്ട് മൈൻ ചെയ്ത് ഞാൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സോ ഇവിടെ എങ്ങോട്ട് വേണം നമുക്ക് പോർട്ടൽ പണിയാൻ. പക്ഷേ ഹൈറ്റ് കുറച്ച് കൂടിപ്പോയത് കൊണ്ട് ബ്രീഡർ സെറ്റാക്കാൻ കുറച്ച് ഹൈറ്റ് പോർട്ടൽ സെറ്റാക്കണം. അതിന് മുമ്പ് ഇവിടെ കുറച്ച് ഫെൻസ് വെച്ചിട്ട് കുറച്ച് കാർപ്പറ്റ് എടുത്ത് വെക്കണം. അത് കാരണം നമുക്ക് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോകാനുള്ള സെറ്റപ്പ് ഒന്ന് ക്രോച്ച് ചെയ്ത് അങ്ങനെ ചാടിപ്പോകാനുള്ള സെറ്റപ്പ് സെറ്റാക്കാം. സോ ഇനി നമുക്ക് ഇവിടെ ബെഡ്റോക്ക് ഉള്ളതുകൊണ്ട് ചെറിയൊരു വിഷയമുണ്ട് കേട്ടോ, കാരണം കുറച്ച് പാടാണ് നമുക്ക് അങ്ങനെ സെറ്റാക്കാൻ. സോ കുറച്ച് ഹൈറ്റിലും കൂടെ വെക്കണം പോർട്ടൽ. സോ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ ഒരു രീതിയിൽ അങ്ങ് വെച്ച് നോക്കാം. സോ ഇങ്ങനെ ഒന്ന് ഇനി അടിയിലിടം വെക്കണം. സോ അതുമാത്രമല്ല, ഇനി നമുക്ക് കുറച്ച് ഹൈറ്റ് ഒന്ന് കുറയ്ക്കാനുണ്ട് നമ്മുടെ നടക്കുന്ന വശത്തേക്ക്, അല്ലെങ്കിൽ വില്ലേജസ് എല്ലാം ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോവും. സോ ഓക്കെ, അങ്ങനെ ഹൈറ്റ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. സോ ഇനി നമുക്ക് ഇവിടെ മൊത്തം പൊട്ടിച്ച് അവിടം വരെ എത്തിക്കണം, അത് വേറെ കാര്യം. സോ ഇനി ചെയ്യേണ്ടത് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ എടുത്ത് ഇതൊന്ന് ലൈറ്റ് ചെയ്യുക, കൂടെ ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇവിടെ ഒന്നിങ്ങനെ നിരത്തി വെക്കുക, കാരണം അവന്മാർക്ക് ഇങ്ങോട്ട് ചാടി വരാൻ വേണ്ടി. സോ ഇനി നമ്മുടെ ആ വില്ലേജസ് എല്ലാം അവിടെ നിന്ന് സ്പോണായി ഇങ്ങോട്ട് വരും. സോ ഇനി നിങ്ങൾ നോക്കേണ്ടത് ലിങ്ക് ആയെന്ന് അറിയാൻ വേണ്ടി അതിലേക്കൊന്ന് കയറി നോക്കുക. സോ ഓക്കെ, അങ്ങനെ ലിങ്ക് ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇനി നിങ്ങൾ തിരിച്ചും കൂടെ ഒന്ന് കയറി നോക്കുക. ലിങ്ക് ആയെങ്കിൽ എല്ലാം സെറ്റാണ്. ചിലപ്പം ബെറ്ററൊക്കെ ആയതുകൊണ്ട് നമ്മുടെ പഴയ പോർട്ടലിൽ തെല്ലിപ്പോട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതുകൂടെ നിങ്ങൾക്ക് സംസാരിച്ചിരുമ്പോൾ വരുന്നുണ്ടപ്പോൾ ചാക്. സോ അതും കൂടെ ഒന്ന് നോക്കണം. സോ ഇനി ചെയ്യേണ്ട നമുക്ക് വില്ലേജേഴ്സിനെ കൊണ്ടുവരാം. അതിന് മുമ്പ് കുറച്ച് വെള്ളം കൂടെ എടുത്ത് നമുക്ക് പരിപാടി ചെയ്യാനുണ്ട്. പിന്നെ ഈ തൊട്ടടുത്തുള്ള ഈ വർക്ക് സ്റ്റേഷനൊക്കെ പൊട്ടിക്കണം ബെഡ്റോക്കിൽ, കാരണം അല്ലെങ്കിൽ ഇവന്മാർ ഇതിലേക്ക് ലിങ്ക് ആവും, അതുകൊണ്ട് ഇരട്ടിപ്പണിയാവും. സോ ബ്രീഡറിൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പൊട്ടിച്ച് കളയുക. സോ ഇനി അവിടെ വാട്ടർ എടുത്തിട്ട് നമുക്ക് അവിടെ കൊണ്ട് ഒന്ന് ഇത് ഉരിക്കണം, എന്നാലേ വില്ലേജസ് എല്ലാം ഉരുകി പോകത്തുള്ളൂ. ഇതേണ്ട ക്രൗച്ച് ചെയ്ത് കയറി ആദ്യം തുറക്കട്ടെ. സോ എന്നിട്ട് വേണ്ട ഇവിടെ വെള്ളം ഒഴിക്കുക, എന്നിട്ട് അടുത്ത ബക്കറ്റ് എടുത്ത് വേണ്ട ഇവിടെയും വെള്ളം ഒഴിക്കുക. സോ ഇനി അവിടെ നിന്ന് നേരെ അങ്ങോട്ട് ഒഴുകി പോയിക്കോളും. ലെറ്റ്സ് ഗോ. സോ ഇനി നമ്മുടെ മെയിൻ ശല്യം പിടിച്ച പരിപാടി എന്ന് വെച്ചാൽ വില്ലേജേഴ്സിനെ കൊണ്ടുവരിക. സോ ഈ വില്ലേജറിനകത്ത് ഞാൻ കൊണ്ടുവരുന്നത്. സോ ഇത് ഫ്ലെച്ചറാണ്, പക്ഷേ ഇത് ലോക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് വിഷയമില്ല. നമുക്ക് ഒരു വില്ലേജറെ സത്യത്തിൽ മതി, പക്ഷേ 2 വില്ലേജറെ വെക്കുന്നതാണ് എപ്പോഴും ഗുഡ്. മെയിനായിട്ട് ബെഡ്റോക്ക് ആയതുകൊണ്ട് പിന്നെ അധികം വിഷയമില്ല. പിന്നെ ബെഡ്റോക്കിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കൊണ്ടുവരാം കേട്ടോ, അത് വേറെ ഒരു ഗുണമാണ്. സോ ഈ ഫ്ലെച്ചറും കൂടെ ഞാൻ പൊട്ടിച്ചെടുത്തേക്കാട്ടെ വേണ്ടി ജോബ് ഒന്ന് പോകാൻ. സോ ഓക്കെ, എൻ്റെ ജോബ് പോയിട്ടുണ്ട്. സോ ഇനി ഇതിനെ വേണം നമുക്ക് അവിടം വരെ കൊണ്ടുപോകാൻ. ഭയങ്കര അനോയിങ് ആയിട്ടുള്ള പരിപാടിയാണ്. സോ ഇനി ഇതിനെ വലിച്ച് കെട്ടിക്കൊണ്ട് പോകണം. പക്ഷേ കഴിഞ്ഞ കാലത്തെ പോലെ ബെറ്റർ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഗ്രാസിലൊക്കെ സുഖമായിട്ട് കയറി വരാൻ പറ്റുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ആദ്യത്തെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഒരുത്തിനെയും കൂടെ. സോ അതിന് നമ്മുടെ പഴയ വില്ലേജസിനെ എടുക്കാൻ വേണ്ടി ഇരുന്നത്, പക്ഷേ ആ വില്ലേജറിനെ കാണുന്നില്ല അവൻ്റെ ഇത്. സോ അതുകൊണ്ട് ഞാൻ ഇതിനെ കൊണ്ടുവരാൻ പോവാണ്. സോ ഇതിനെ കൊണ്ടുവന്ന് നേരെ അതിലേക്ക് കയറ്റി കഴിഞ്ഞാൽ എല്ലാം സെറ്റായി. സോ എന്നിട്ട് ബ്രീഡും കൂടെ ആകുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അതും കൂടെ കഴിഞ്ഞ് മിക്കതും സെറ്റായിട്ടുണ്ട്. സോ ഇനി നേരെ ഇതിനെ കൂടെ വലിച്ചകത്തേക്ക് കയറ്റി ഇങ്ങോട്ട് വാ മോനെ. സോ ഒരുത്തൻ ഇത് വില്ലേജറിൻ്റെ മറ്റേ ഇത് ഫാർമർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 2നെ പൊട്ടിച്ചിട്ടുണ്ട്, അതേപോലെ ഞാൻ പൂട്ടി വെച്ചിട്ടുമുണ്ട്.
സോ ഇനി ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് ഫുഡ് ഇവർക്ക് ഇട്ട് കൊടുക്കണം. സോ ഞാൻ ഒരു 32 ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ ബ്രീഡാകെ നിങ്ങൾ ഓക്കെ, ഇനി നമുക്ക് നോക്കി നിൽക്കണം ബ്രീഡാകുമെന്ന്. ചേടാ ഓ ലെറ്റ്സ് ഗോ, ഒരു ബ്രീഡാകുന്നുണ്ട്. അങ്ങനെ നമ്മൾ പണിയില്ല സെറ്റാക്കി വർക്കാകുന്നുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. ഇവരെ കൊച്ചിനെയും കൂടെ കണ്ടിട്ടൊന്ന് പോയായിരുന്നു. ഇവന്മാർ കറക്റ്റ് ഇങ്ങോട്ട് വീരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയാൻ വേണ്ടി. സോ ഇത് വർക്കായിട്ടുണ്ട്. സോ ഇനി വീരുന്നും കൂടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഒരു 10-20 മിനിറ്റ് ഒന്ന് ഏഫ്ക്ക് നിൽക്കേണ്ട ഒരു 20 വില്ലേജസെങ്കിലും വേണം നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാൻ. സോ കൊച്ച് ഉണ്ടായി, ഉണ്ടായി. ലെറ്റ്സ് ഗോ. സോ നേരെ ചെന്ന് അങ്ങോട്ട് ഓ കറക്റ്റ് നേരെ ചെന്ന് വീണിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി സക്സസ്ഫുള്ളി വർക്കായിട്ടുണ്ട്. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കില്ല. ഞാൻ തുടക്കത്തിൽ പറയാൻ വേണ്ടി ഇരുന്നത് പക്ഷേ മറന്നുപോയി. സോ എല്ലാവർക്കും അടുത്തൊരു എപ്പിസോഡായി വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ, സീ യു, ഗുഡ് ബൈ. ആൻഡ് ഓൾസോ അടുത്ത എപ്പിസോഡിൽ കാണണം കേട്ടോ ഉറപ്പായിട്ടും. സോ ബൈ ബൈ, സീ യു, ഗുഡ് ബൈ.